റസിയ. ഇക്ക സെയ്താലിക്ക് വന്നിരുന്നു. ഇങ്ങളാ പൈസ കൊടുത്തില്ലേനോ? നാളെ കൊടുക്കാം റസിയ, കാരണം നാളെ പൈസ എടുത്തോളൂ. ഇങ്ങടെ നമ്പർ മാറി വിവരം മൂപ്പര് അറിഞ്ഞിട്ടുണ്ടാവില്ല. അതുകൊണ്ടാ മൂപ്പര് വീട്ടിക്ക് വന്നത്. ഒരു ദിവസമല്ലേ വയ്യുള്ളൂ. ഇക്ക എന്തേലും കഴിച്ചീനോ? ഏയ് ഇല്ല റസിയ, ഓട്ടം കുറവായിരുന്നു. ഇങ്ങക്ക് ഓട്ടമൊന്നും ഇല്ലെങ്കിൽ റൂമിൽ പോയി കിടന്നൂടെ? കിടക്കണം. ഉമ്മ കിടന്നോ? ആയിക്ക, ഉമ്മ കിടന്നു. നീ ഫുഡ് കഴിച്ച് കിടന്നോ? ഒരു ഓട്ടം വരുന്നുണ്ടെന്ന് തോന്നുന്നു. ആലപ്പുഴക്കൊരു ഓട്ടം പോകും. പോ സാറേ. ലഗേജ് ഉണ്ട്. ലഗേജ് ഉണ്ടാ? എന്നാ സാറ് ബാക്കിലോട്ട് വെച്ചോ, ഞാൻ ഡിക്കി തുറന്നു തരാം. സാറേ ഞാൻ വെച്ചോളാം. അത് കുഴപ്പമില്ല, താൻ പിടിക്കണ്ട. ശരി സാറേ. പോയിക്കോ പോയിക്കോ. ഓക്കെ ഓക്കെ. കുറച്ചും കൂടി കയറ്റി വെച്ചു സാറേ. വേണ്ട, ഞാൻ വെച്ചോ. ആലപ്പുഴ ഒരു 3500 വരെ ഓക്കെ അല്ലേ സാറേ? ഓക്കെ, അതൊക്കെ തരാം. താൻ വണ്ടി വിട്. തൻ്റെ വീട് എവിടെ? കോഴിക്കോടാണ് സാറേ. താൻ എന്നെ സാറേന്നൊന്നും വിളിക്കണ്ട. അത് ശീലമായി പോയി സാറേ. ഞാനും തന്നെ പോലെ ദുബായിൽ സാധാരണ ഒരു ജോലിക്കാരനാണ്. തൻ്റെ പേരെന്താണെന്ന് പറഞ്ഞത്? എൻ്റെ പേര് റാഫി എന്നാണ് സാറേ. റാഫി, എത്ര നാളായി എറണാകുളത്ത്? ഞാൻ കഷ്ടിച്ച് 1 വർഷമാവുന്നു. വണ്ടി റാഫിയുടെ സ്വന്തമാണോ? സ്വന്തമാണ് സാറേ. വണ്ടി എടുത്തിട്ടിപ്പോൾ 2 വർഷം ആവുന്നു. കല്യാണം ഇപ്പോൾ കഴിഞ്ഞേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെതായ കുറച്ച് ചിലവുകളുണ്ട്. റാഫിയുടെ കല്യാണം അറേഞ്ച് ആയിരുന്നോ അതോ ലവ് മാരേജ് ആയിരുന്നോ? ലവ് മാരേജ് ആയിരുന്നു സാറേ. 3 വർഷത്തെ പ്രണയം. ഒന്നോർത്താൽ ലവ് മാരേജാണ് നല്ലത്. അറ്റ്ലീസ്റ്റ് അവളുടെ ഇഷ്ടക്കേടുകൾ അറിഞ്ഞിരിക്കാനെങ്കിലും പറ്റുമല്ലോ. പിന്നെ റാഫി, നമ്മളീ പറയുന്നത് പോലെ അല്ല. ചില പെണ്ണുങ്ങളെ 3 ദിവസം മതി മനസ്സിലാക്കാൻ. പക്ഷെ ചിലരെ 30 വർഷം കഴിഞ്ഞാലും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട്. അത് പിന്നെ സാറേ, സാറിൻ്റെ പേരെന്താ? സാവൻ. സാവൻ സാറേ, നമുക്ക് പമ്പിലൊന്ന് കയറണം കേട്ടോ. ജിനാമ്പി, എത്ര? 1500. എങ്ങോട്ടാടാ? ആലപ്പുഴയാടാ. പിന്നെ നാളെ ജോർസാറിന്റെ വീട്ടിലെ പരിപാടിക്ക് ഉണ്ടാവൂലേ? ഇല്ലടാ, വെള്ളടിയില്ലടാ. ഏയ് നീ വന്നം. നിന്നോട് വരാൻ പറഞ്ഞിട്ടുണ്ട് പുള്ളി. നിന്റെ പാട്ട് ഇഷ്ടമായി, മലർക്കൊടിയെ. വെറുതെ വെറുപ്പിക്കണ്ട. പുള്ളിക്കാണെങ്കിൽ എറണാകുളം കസബ സ്റ്റേഷനിലേക്ക് ട്രാൻസ്ഫർ ആണ്. ഓക്കെ എന്നാ കാണാം. ശരിടാ, നാളെ കാണാം. സാർ, അത് നമ്മുടെ കൂട്ടുകാരനാ ജിനാപ്പി. സാറേ ഹലോ, സാർ ഉറങ്ങിയോ? കേൾക്കുന്നുണ്ട്. ജിനാപ്പി, എന്താടാ വിളിച്ച? ആടാ, നീ ഞാൻ പറയുന്നത് കേട്ടാ മതി, ഇങ്ങോട്ടൊന്നും പറയണ്ടാട്ടാ. ശരി. കാറിന്റെ ഡിക്കിന്ന് ചോര വീഴുന്നുണ്ട്. ഡിക്കിയിൽ എന്താ സംഭവം? അത് പിന്നെ ഓക്കെടാ, ഞാൻ നോക്കട്ടെ. എന്താ റാഫി, ആ പമ്പിലെ പയ്യനല്ലേ വിളിച്ചത്? എന്താ പ്രശ്നം? ഒന്നുമില്ല സാറേ. ഡിക്കീന്ന ചോരേന്ന അങ്ങനെ എന്തോ പറയണ കേട്ടല്ലോ. സാറേ, ആ ബാഗിൽ എന്താ സാറേ? നീ കോള് കട്ട് ചെയ്തിട്ടില്ലേ? ഫോൺ കിടന്നു. സാറേ വിട് വിട് വിട്. സാറേ സാറേ, ആ ഫോണിങ് താ. സാറേ പ്ലീസ്, ആ ഫോണിങ് താ. സാറേ, ആ മൊബൈലിങ് തന്നെ. നീ വണ്ടി ഓടിക്ക്, മൊബൈൽ തരുന്ന എനിക്ക്. അല്ല സാറേ, ആ ബാഗിൽ എന്താ ഉള്ളത്? അത് നീ എന്തിനാ അറിയുന്നേ? അല്ല സാറേ, ആ ബാഗിൽ എന്താണെന്നുള്ള അറിഞ്ഞിട്ട് എനിക്ക് പോകാൻ പറ്റുള്ളൂ. വണ്ടി എടുക്കണം മൈരേ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം,
കൊല ഒന്നായാലും രണ്ടായാലും ശിക്ഷ ഒന്ന് തന്നെ. നിന്റെ പ്രാണം വേണമെങ്കിൽ മിണ്ടാതിരുന്ന് വണ്ടി എടുക്കണം. ലെഫ്റ്റ് എടുക്കാതെ നേരെ എടുക്കണം. വണ്ടി നോക്കടാ. സ്റ്റോപ്പ് 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 സ്റ്റോപ്പ്. ഡിക്കി തുറക്കടാ. എടോ ഡിക്കി അടച്ച് വെറുതെ ആളെ കൂട്ടണ്ട. ഇറങ്ങണോ. കൂടാ. ഇവനെ നീ നേരത്തെ അറിയൂ? ഇല്ല സാറേ, എനിക്കറിയില്ല. ഓക്കെ 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 ഓക്കെ. റാഫി, റാഫി, ആരുടെ അടപൊടി? വല്ല നാട്ടിൽ പോയി പട്ടിപ്പണി എടുക്കണത് കുടുംബത്തിന് സമാധാനത്തിന് വേണ്ടിയാ. അതില്ലാണ്ടാക്കി അതിനെ ഞാനും ഇല്ലാണ്ടാക്കും.